ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. പതിറ്റാണ്ടുകളായി തന്നെ നമ്മുടെ ശാസ്ത്രലോകം നിരന്തരമായി അന്വേഷണങ്ങൾ നടത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു പക്ഷേ മനുഷ്യരാശിക്ക് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഉത്തരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചില ചോദ്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ എത്ര വലുതായിരിക്കുമെന്നും പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പുകൾ എവിടെ ആയിരിക്കുമെന്നതും. പലരും പ്രപഞ്ചത്തിൻ്റെ വലിപ്പമായി മനസ്സിലാക്കിയിരിക്കുക 93 ബില്യൺ പ്രകാശവർഷങ്ങൾ എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ 93 ബില്യൺ പ്രകാശവർഷങ്ങൾ എന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പമല്ല, മറിച്ച് നമ്മുടെ ദൃശ്യപ്രകാശത്തിൻ്റെ വലിപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ തന്നെ ഏറ്റവും ആധുനിക ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നും നമ്മൾ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് എല്ലാ ദിക്കിലേക്കും കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തെയാണ് നാം ഒബ്സർവബിൾ യൂണിവേഴ്സ്, അതുമല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചം എന്ന് വിളിക്കുക. പ്രകാശത്തിന് ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുവാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി വേഗതയാണ് 3,00,000 km/s എന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ഇത് വളരെ വലിയ വേഗമായി തോന്നുമെങ്കിലും പ്രപഞ്ചത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞൊരു വേഗതയാണ്. പ്രപഞ്ചത്തിലെ ഏതൊരു ദിക്കിലേക്കും ഏതൊരു വസ്തുവിനെ നമുക്ക് കാണണമെങ്കിൽ ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഇവിടെ എത്തിച്ചേരേണ്ടതായുണ്ട്. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്നതിന് ശേഷം പ്രപഞ്ചം വികസിക്കുവാനായി ആരംഭിക്കുകയും ഇതിനെ തുടർന്ന് കഴിഞ്ഞ 13.8 ബില്യൺ വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രകാശത്തെ മാത്രമേ നമുക്ക് കാണുവാനായും സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ നിന്നും 46.5 പ്രകാശവർഷങ്ങൾ റേഡിയസിൽ പരന്നു കിടക്കുന്ന ആ ഭാഗത്തു നിന്നുമുള്ള പ്രകാശം മാത്രമേ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുമുള്ളൂ. ഒരിക്കലും ഒരു കാലത്തും ഒരു നിശ്ചിത പ്രകാശവർഷങ്ങൾക്കും അപ്പുറമുള്ള ഒരു പ്രകാശവും ഇവിടെ എത്തിച്ചേരുകയുമില്ല. കാരണം ഒബ്സർവബിൾ യൂണിവേഴ്സിനെ ലക്ഷ്യമാക്കി വരുന്ന ആ പ്രകാശം നമുക്ക് നേരെയാണ് വരുന്നത് എങ്കിൽ കൂടെ ആ പ്രകാശം സഞ്ചരിക്കുന്ന സ്പേസ് അതിനേക്കാൾ വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനെ സങ്കല്പിക്കുക. ട്രെയിൻ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ തന്നെ ആ ട്രെയിനിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളിലേക്ക് നടന്നു വരുന്നത് എന്നതിന് സമാനമായി അദ്ദേഹം നമ്മളിലേക്കാണ് നടന്നു വരുന്നതെങ്കിലും അദ്ദേഹം നിൽക്കുന്ന ട്രെയിൻ നമ്മളിൽ നിന്നും അദ്ദേഹം നടക്കുന്നതിനേക്കാളും വേഗത്തിൽ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ റേഡിയസാണ് ഞാൻ നേരത്തെ പറഞ്ഞ 46.5 ബില്യൺ പ്രകാശവർഷങ്ങൾ. അതുമല്ലെങ്കിൽ ഡയമീറ്റർ 93 ബില്യൺ പ്രകാശവർഷങ്ങൾ വ്യാസം വരുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം എന്ന് പലയിടത്തും രേഖപ്പെടുത്തുക 93 ബില്യൺ പ്രകാശവർഷങ്ങൾ എന്ന് തെറ്റായിരിക്കും. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം അതിലും നൂറുകണക്കിന് മടങ്ങുകൾ തന്നെ കൂടുതലുമാണ്. ഒബ്സർവബിൾ യൂണിവേഴ്സിനപ്പുറം ചുരുക്കം ചില ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രകാശം ഒരു പക്ഷേ അനേകം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞോ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ കൂടെ പ്രകാശം സഞ്ചരിക്കുന്നതിനും വേഗതയിൽ ഏത് പോയിന്റിലാണോ സ്പേസിൻ്റെ എക്സ്പാൻഷൻ കൂടുന്നത് അതിനപ്പുറത്ത് നിന്നുമുള്ള ഒരു പ്രകാശവും ഒരു കാലത്തും എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യരാശി എത്ര വികസിച്ചാലും നമുക്ക് കണ്ടെത്തുവാനോ തിരിച്ചറിയുവാനോ തന്നെ ഒരു പക്ഷേ സാധിച്ചില്ല എന്ന് തന്നെ വരികയും ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.